മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ 3 അത്ഭുതങ്ങളാണ് നമുക്ക് ഇതിൽ കാണുന്നത്. ഒന്നാമത്, ചങ്ങല വലിച്ചു പൊട്ടിക്കുന്ന ഒരു ശക്തിയുള്ള 6000 ഭൂതം വസിക്കുന്ന ഒരു വ്യക്തി. ദേശത്തിനും കുടുംബത്തിനും അധികാരികൾക്കും പോലീസുകാർക്ക് പോലും അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു ലഖിയോൻ എന്ന വ്യക്തിയെ നമുക്ക് കാണുകയാണ്. തന്റെ വാസം കല്ലറയിലാണ്. കല്ലറയിൽ വാസമെന്ന് പറയുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ എത്രത്തോളം തേർവാഴ്ച നടത്തുവാൻ കഴിയുമോ അത്രത്തോളം അതിൻ്റെതായിരിക്കുന്ന പദ്ധതികൾ വിഫലപ്പെട്ടിരിക്കുന്ന മണ്ഡലങ്ങൾ. തന്നെ ആർക്കും അടക്കുവാൻ കഴിയത്തില്ല. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സമയലാതന എടുക്കുന്നില്ല. ആർക്കും അടക്കുവാൻ കഴിയാത്ത, ദേശത്തിനും കുടുംബത്തിനും എന്താ പറഞ്ഞ അധികാരികൾക്ക് പോലും തലവലിയായിരിക്കുന്ന ലഖിയോൻ, 6000 ഭൂതം ബാധിച്ച ഒരു ഭൂതഗ്രസ്തനെ നമുക്ക് കാണുകയും. 5-ാം അധ്യായം 25-ാം വാക്യം കാണുന്നു, വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചിട്ടും തന്റെ മുതലെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ഒട്ടും ഭേദം, ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ ആ ഭാഷ അതേപോലെ തന്നെ പറയും, ഒട്ടും ഭേദം വരാതെ വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച ഒരു സ്ത്രീ 12 വർഷമായി അവളുടെ ജീവൻ ശരീരത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവം. അത് മാത്രമല്ല, സ്വത്തുകൾ സകലതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അനുഭവം. ഇനി എങ്ങനെ മുൻപോട്ട് ജീവിക്കുമെന്നുള്ള ഒരു ആശ നശിച്ചു പോയ ഒരു വ്യക്തി. 3-ാമത്, യായിറോസ് എന്നൊരു വ്യക്തി യേശുവിന്റെ അടുക്കിലേക്ക് ഒരു വിടുതലിന് വേണ്ടി വരികയാണ്. എന്റെ മകൾ മരിപ്പാറായി, അങ്ങ് എന്റെ ഭവനത്തിൽ കടന്നു വന്ന് ആ കുഞ്ഞു പൈതലിന്മേലൊന്ന് കൈവയ്ക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ ഭവനത്തിൽ നിന്ന് ദൂതന്മാർ വന്ന് പറയുകയാണ്, യേശുവിനെ അസഹ്യപ്പെടുത്തണ്ട, തീർന്നുപോയി. തീർന്നുപോയ 3 വിഷയത്തിന്റെ മധ്യത്തിലും ആരംഭം കുറിക്കുവാൻ ശക്തിയുള്ള കരുത്തുള്ള നാഥനെയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ഈ ഞായറാഴ്ച പകൽക്കാലം സേവിക്കുന്നത്, ആരാധിക്കുന്നത്, ആ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുന്നത്. ഇന്ന് പകൽക്കാലം അസാധ്യമായ ഏതെങ്കിലും വിഷയമായി ഇന്ന് പകൽക്കാലം ആലയത്തിന്റെ അകത്തളത്തിലേക്ക് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, ദൈവാശ്രയത്തോടുകൂടെ ആയിരിക്കുന്നുവെങ്കിൽ മടങ്ങി പോകുമ്പോൾ ആ വിഷയത്തിന് പരിഹാരം കണ്ട് മടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം മുഖാന്തരം ഒരുവാനിടയായിത്തീരും. ആ ദൈവത്തിന് സകല വിഷയത്തിനും കൈകാര്യം ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന വിഷയം എന്നുള്ളതല്ല, സകല വിഷയത്തിനും കൈകാര്യം ചെയ്യുവാൻ കരുത്തുള്ള നാഥനെയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ സേവിക്കുന്നത്. ഇവിടെ മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 35-ാം, അവർ തന്റെ ശിഷ്യന്മാർ യേശുവിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അനുസരിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൂ. മത്സരഗ്രഹം വരണ്ട നിലത്ത് പാർക്കുമെന്ന് തിരുവചനം പറയുകയാണ്. ദൈവത്തിന്റെ വാക്കുകേട്ട് അനുസരിക്കുന്നവർക്ക് പ്രതികൂലമില്ല എന്നുള്ളതല്ല, പ്രതികൂലമുണ്ട്. എന്ന പ്രതികൂലത്തിന്റെ മധ്യത്തിൽ അനുകൂലമായിരിക്കും ദൈവം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരിക. ഇവിടെ അന്ന് സന്ധ്യയായപ്പോൾ, സന്ധ്യ എന്ന് പറയുന്നത് ഒരു 2 ഘട്ട സമയം അല്ലേ? പകലാണോ? പകലല്ല. രാത്രിയാണോ? രാത്രിയല്ല. 2 ഘട്ട ഒരു സമയം. യേശു വിളിക്കുക, മക്കരയ്ക്ക് പോകാം. ഹല്ലേലൂയ. പ്രശ്നത്തിന് പരിഹാരമില്ലാതെ ഏതവസ്ഥയിലായിരുന്നാലും ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച് പുറപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ മക്കളെ വിളിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് അവരെ വ്യാമോഹിപ്പിച്ച് വിളിച്ചതല്ല. സത്യം സത്യമായി അരുളി ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവം അവരെ വിളിച്ചിറക്കിയതാണ്. പക്ഷെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. പലരും മരുഭൂമിയിൽ പട്ടുപോകുവാനിടയായി തീർന്നു. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വാക്കനുസരിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ആ സങ്കീർത്തനത്തിൽ തന്നെ 95-ാം സങ്കീർത്തനത്തിൽ തന്നെ നമ്മൾ വായിച്ചു, മത്സരഗ്രഹികളായി മാറി. ആ ജനത്തോട് ദൈവത്തിന് കോപം തോന്നി. പലരും മരുഭൂമിയിൽ പട്ടുപോകുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, വിളിച്ചവൻ വിശ്വസ്തനെന്നെണ്ണി ദൈവകൃപയിൽ ഓരോ ദിവസവും ദൈവകൃപയിൽ മുന്നേറുവാൻ ആവശ്യമായിരിക്കുന്ന കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ സന്ധ്യയായപ്പോൾ നാഥന്റെ വിളിക്ക് കാതുകേട്ട് ഉടനെ പുറപ്പെടുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണുകയാണ്.
ഹല്ലേലൂയ. നമ്മൾ പെന്തക്കോസ്ത് കോളത്തിലേക്ക് കടന്നു വന്നു, ഈ മാർഗത്തിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞ് നമ്മളെല്ലാം പെർഫെക്റ്റ് ആയെന്ന് ആരും പറയരുത്. നമ്മുടെ കഷ്ടതകൾ, ദുഃഖങ്ങളൊക്കെ അതാത് സമയത്ത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. അതിന് മൊത്തത്തിൽ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനിടയായി. ഇവിടെ സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് പോകുന്ന വഴിയിൽ കാറ്റും കോളും ആഞ്ഞടിച്ചു, തിരമാലകൾ ആഞ്ഞടിച്ചു. തിരമാലകളും കാറ്റുകളും കോളുകളും ആഞ്ഞടിക്കുന്ന മധ്യത്തിൽ ശിഷ്യന്മാർ നമ്മളെ പോലെ തന്നെ ഭയപ്പെട്ടുപോയി. ദൈവത്തിൽ ആശ്രയിക്കുന്നത് സകല വിഷയത്തിന് മറുപടി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുകയും പാടുകയും ദൈവകൃപയിൽ നിറയുകയൊക്കെ ചെയ്താലും തനിപ്പെട്ട രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ അതേപോലെ തന്നെ ശിഷ്യന്മാരും ഭയപ്പെട്ടു പോയ നിമിഷം, ഈ തിരമാലകളും കാറ്റും കോളും പ്രകൃതി ദുരന്തങ്ങളെല്ലാം കടന്നു വന്നപ്പോഴും അതിനെ ഒന്നും യേശുവിനെ ഉണർത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ നാം അക്കരയ്ക്ക് പോകാ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ, എങ്ങോട്ടാ എന്ന് മറു ചോദ്യം ഒന്നുമില്ലാതെ നാഥന്റെ വാക്ക് കേട്ടനുസരിച്ച് പുറപ്പെട്ട ആ ശിഷ്യന്മാർ വിളിച്ചപ്പോഴുണ്ടല്ലോ, ചാടി എഴുന്നേറ്റു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനം, യേശുവിന്റെ വാക്ക് കേട്ടനുസരിക്കുന്നവർക്ക് വേണ്ടി സഡൻലി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് പകൽക്കാലം? നാഥന്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടവർക്ക് വേണ്ടി ഉടനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നാഥന്റെ വാക്ക് കേട്ട് ഉടനെ പുറപ്പെട്ട ശിഷ്യന്മാരുടെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ, ഒരു പ്രതികൂലം വന്നപ്പോൾ, ഉപ്പുവെള്ളമൊക്കെ തിരയൊക്കെ ആഞ്ഞടിച്ച് കടന്നപ്പോഴും യേശുവിനെ ഉണർത്തുവാൻ കഴിഞ്ഞില്ല. മറിച്ച് തന്നെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരെ ചുമ്മാ ഒന്ന് വിളിച്ചോളൂ, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്ന അങ്ങക്ക് വിചാരമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചാടി എഴുന്നേറ്റ് പ്രകൃതിയോട് പറയുക, കാറ്റേ അടങ്ങ, കടലേ ശാന്തമാകാം. നമ്മൾ കേട്ട വചനമാണെങ്കിലും ഇന്ന് പകൽക്കാലം ഒന്ന് അയവിറക്കുക. നാഥന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവരാണോ? നാഥന്റെ പദ്ധതി പ്രകാരം യാത്ര ചെയ്യുന്നവരാണോ? നാഥന്റെ ഇഷ്ടം ചെയ്യുന്നവരാണോ? ഹല്ലേലൂയ. എങ്കിൽ നീ ധന്യനാണ്. എങ്കിൽ നമ്മുടെ ജീവിതം വിജയകരമായി മുന്നേറുവാനിടയായി തീരും. കാരണം എന്താണെന്നറിയാമോ? ആ ദൈവത്തിന്റെ വാക്ക് കേട്ട് പുറപ്പെടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ മക്കളും ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയതാണ്, പുറപ്പെട്ടതാണ്. പക്ഷെ അവരുടെ കഠിന ഹൃദയം എന്താ? വിശ്വാസമില്ലായ്മയാണ്. ഹല്ലേലൂയ. ഈ മരുഭൂമിയിൽ ഭക്ഷണം തരാൻ കഴിയുമോ? ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് വെള്ളം തരുവാൻ കഴിയുമോ എന്ന് പറഞ്ഞ് ദൈവത്തോട് മത്സരിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. ഉടനെ ദൈവം പറയുക, എനിക്ക് വെള്ളം തരാൻ കഴിയും, ഭക്ഷണം തരാൻ കഴിയും, ഇറച്ചി തരാൻ കഴിയുമെന്ന് തെളിയിക്കുവാനിടയായി. ഹല്ലേലൂയ. പാറയ്ക്കകത്ത് ദൈവത്തിന്റെ പദ്ധതി കണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പാറയ്ക്കകത്ത് വെള്ളം നിറച്ചു വെച്ച് അന്നേരം നിറച്ചതല്ലെന്ന്. 430 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മക്കൾ ഇതുവഴി കടന്നു വരുമെന്ന് മനസ്സിലാക്കിയിട്ട് പാറ ഉരുവാക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കും. ചെങ്കടലിനെ ചെങ്കൽപാതയാക്കി മാറ്റി. ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാ, അഗോചരമാണ്. എന്നെയും നിങ്ങളെയും പേർ ചൊല്ലി വിളിക്കുന്നതിന് മുമ്പ് പോരാ, പിണ്ഡാഹാരമാകുന്നതിന് മുമ്പേ ദൈവം നമ്മളെക്കുറിച്ച് റൂട്ട് മാപ്പുകൾ വരച്ചു വെച്ചിരിക്കുക. ഹല്ലേലൂയ. എവിടെ ജീവിക്കണം, എവിടെ പഠിക്കണം, എവിടെയാണ് മുൻപോട്ടുള്ള കാലഗതികൾ എന്താണെന്നുള്ളത് സകലതും ഉരുവാക്കിയതിന് ശേഷമാണ് ദൈവം നമ്മളെ ഭൂമിയിലേക്ക് വിളിച്ചാക്കിയത്. പലപ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും നന്മകളും ഒന്നും നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയാതെ വണ്ണം സാത്താൻ അവകാശം പറഞ്ഞ് ഇതവന് കൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്, ഈ നന്മ എന്നെ അനുഭവിക്കരുത്, ഈ വാഗ്ദത്തം അവൻ കാണരുതെന്ന് പറഞ്ഞ് പോരാടുന്ന, വാതുകെട്ടി പോരാടുന്ന അന്ധകാര മൈശാചിക മണ്ഡലത്തെ ജയിക്കണമെങ്കിൽ ദൈവകൃപ, ദൈവത്തിന്റെ ആശ്രയം ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്, മാറായിൽ ചെന്നപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം കയ്പായി. വെള്ളമില്ലാത്തടത്ത് തീക്കൽ പാറയ്ക്കുള്ളിൽ വെള്ളമാക്കി വെച്ചു.
വെള്ളം ഉള്ളിടത്ത് കയ്പും. അവരെ ഒന്ന് പഠിക്കുക അല്ലേ, അവരെ പഠിക്കുക. നമ്മളെ ദൈവം പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ ദൈവം പഠിച്ചുകൊണ്ടിരിക്കുക. ഇവൻ കുടപ്പെട്ട് പുറത്ത് വരുവോ? ഇവന് കൊടുത്താൽ ഇവന് അനുഗ്രഹമാകുമോ? വെള്ളമുണ്ട്. മരുഭൂമിയുടെ 3 ദിവസം നടന്ന് കടന്നു ചെന്ന് ആർത്തിയോടുകൂടെ വെള്ളം കുടിച്ചു, കഴിച്ചു പോകുന്ന അനുഭവം. പക്ഷെ അതിന്റെ പദ്ധതികൾ അടുത്തുണ്ടായിരുന്നേ. ഒരു മരം വളരണമെങ്കിൽ ഇന്നലെയായിട്ട് വളരുമോ? 2000 വർഷമൊക്കെ ഉള്ള മരമില്ല ഇപ്പൊ. ഒരു മരം അവിടെ ഉണ്ടായിരുന്നു. തന്റെ മക്കൾ ഇതുവഴി കടന്നു വരുമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ സ്വർഗത്തിലെ ദൈവം മനസ്സിലാക്കിയിട്ട് ഒരു മരം അവിടെ നട്ടുവെച്ചിരുന്നു. ആ മരം വെട്ടി ആ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ കയ്പ് മധുരമായി. കയ്പ് വെള്ളം മധുരമാക്കുന്ന ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും കയ്പായിരിക്കുന്ന അനുഭവങ്ങളെ മധുരമാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. മക്കളുടെ വിഷയങ്ങളായിക്കോട്ടെ, കുടുംബത്തിന്റെ വിഷയങ്ങളായിക്കോട്ടെ, കയ്പായി കിടക്കുന്ന, കലങ്ങി മറിഞ്ഞു കിടക്കുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന മണ്ഡലങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സകല സ്രോതസ്സും നമ്മുടെ കരത്തിൽ തന്നെയുണ്ട്. എങ്ങനെ? ദൈവത്തെ അനുസരിക്കുക. ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആശ്വാസമേ നിന്നാത്മബലം എനിക്കാനന്ദമേ. നീ കരുതിടുമ്പോൾ തുണയായാരുമില്ലെങ്കിലും തലയിണയായി കൽ മാത്രമെന്നെന്നുമ്പോൾ ദൂരന്മാരിറങ്ങി വരും. തലയിണയായി കൽ മാത്രമെന്നെന്നുമ്പോൾ ദൂരന്മാരിറങ്ങി വരും. സങ്കേതമേ